ഹായ് ഫ്രണ്ട്സ്, ഫുഡി ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെപ്പോഴും കുറച്ച് എരിവൊക്കെയുള്ള വിഭവങ്ങളല്ലേ ഇഷ്ടം. അപ്പം നമുക്ക് നാടൻ രീതിയിൽ ഒരു മസാല പാസ്ത റെഡിയാക്കിയാലോ? അപ്പം ഞാനിവിടെ ഒരു അത്യാവശ്യം എരിവൊക്കെ ഉള്ള രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മസാല പാസ്തയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ പാസ്തയാണ്. ഇതിനായിട്ട് ഞാൻ ഒരു 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം. ഞാനൊരു 5-8 കഷ്ണം വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടി, ഗരം മസാല. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണ്ടേ. അതിനായിട്ട് ഞാനൊരു 1.5 ലിറ്റർ വെള്ളം ഇവിടെ തിളയ്ക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഇപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതിലേക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കണം. നല്ല തിളച്ച വെള്ളമാണേ. പാസ്തയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പം നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാനേ. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ചില പാസ്തകൾ വെന്ത് കഴിയുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ തിളച്ചതിന് ശേഷം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഓരോ പാസ്തയ്ക്കനുസരിച്ച് അതിൻ്റെ വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് വെന്തെന്ന് മനസ്സിലായി കഴിയുമ്പം നിങ്ങൾ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ പാസ്ത അവിടെ നിന്ന് റെഡിയാകട്ടെ. ആ സമയത്ത് നമുക്ക് ഇവിടെ മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് ചെറുതായിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചൊരു 1 മിനിറ്റ് സമയം നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. 2 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ സവോളയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സവോള ഇട്ട് കൊടുത്താൽ പിന്നെ എന്താ നമ്മൾ അടുത്ത് ചെയ്യുന്നത്? കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും അല്ലേ. നന്നായിട്ട് വഴന്ന് വരാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതിയേ. സാധാരണ മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതിയാവും. നമ്മുടെ പാസ്തയ്ക്കൊക്കെ ഒത്തിരി എരിവാണ് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. നമ്മൾ നൂഡിൽസിനൊക്കെ വരുന്ന എരിവ് പോലെ ചെറിയ എരിവേ ആവശ്യമുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണേ. പിന്നെ നമുക്കൊന്നവിടെ ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരൊന്നുകൂടി ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി എടുത്താൽ മതിയാവും. ചെറുതാണെങ്കിൽ 2 തക്കാളിക്ക് എടുക്കാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ നന്നായിട്ട് ഇത് കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഈ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല, ക്യാപ്സിക്കം മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൂടെ ചേർത്ത് ഒന്ന് വെന്ത് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ക്യാപ്സിക്കം വെന്ത് വരാൻ വേണ്ടി അധികം സമയമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ആവിയൊക്കെ കയറി വരുമ്പോഴത്തേനും തന്നെ ഇത് വെന്ത് വരും. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുമല്ലോ. അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിതുകൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ അങ്ങ് ഒത്തിരി അലിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് ഉള്ളൊക്കെ ഒന്ന് വെന്തൊന്ന് വന്നാൽ മതിയാവും.
അപ്പം നമുക്ക് ഈ സമയം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കണം, പാസ്തയിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഇതൊരു കുറച്ചുകൂടെ ഗ്രേവി ആയിട്ടിരിക്കണം, എങ്കിലല്ലേ പാസ്തയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും അതിലൊക്കെ പാസ്തയിലൊക്കെ നന്നായിട്ട് ഈ മസാല ഒന്ന് പിടിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്ന വിധത്തിൽ വെള്ളം കുറവാൻ തോന്നുവാണ് നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഈ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാസ്ത നന്നായിട്ട് വെന്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതാണ്. അതുകൊണ്ട് ഇത് നല്ല സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാസ്ത നല്ല ചൂടായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ ഈ മസാല റെഡിയാക്കുന്ന സമയത്ത് തന്നെയാണ് പാസ്ത റെഡിയാക്കിയത്. അപ്പോൾ നല്ല ചൂട് പാസ്തയാണ്, അപ്പോൾ സൂക്ഷിച്ച് കയ്യിലൊക്കെ പിടിച്ച് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ. അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതിയോ, നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ എല്ലാം വെന്തതായതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കൊടുത്താൽ മതിയാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഈ മസാല മിക്സ് ചെയ്യുന്ന ആ സമയത്ത് ഒരു കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ സോസിന് മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ടൊമാറ്റോ സോസും ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒത്തിരി അങ്ങ് എരിവില്ല താനും, പക്ഷേ അത്യാവശ്യം ഒരു മസാലയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.